നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല വേണ്ടെന്ന് LDFിലെ പ്രധാന ഘടകകക്ഷിയായ CPI. ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് തീരുമാനം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാതെ പദ്ധതി നടപ്പാക്കരുതെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. നിലപാട് LDF നേതൃത്വത്തെ അറിയിക്കും. ഒയാസിസ് കമ്പനിക്ക് നൽകിയ അനുമതിയിൽ പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോഴാണ് CPI വേണ്ട എന്ന നിലപാട് പറയുന്നത്. അനുമതിക്കെതിരെ കടുത്ത നിലപാടെടുത്ത പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനത്തിനൊപ്പം നിൽക്കാനാണ് ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനം. കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച കരട് രേഖയിൽ 14 ഭേദഗതികൾ വരുത്തിയാണ് ബില്ലിന് JPC അംഗീകാരം നൽകിയത്. ബില്ലിനെ അനുകൂലിച്ച് 16 MPമാർ നിലപാടെടുത്തു. 10 പേർ എതിർത്തു. പ്രതിപക്ഷ പാർട്ടികൾ നിർദ്ദേശിച്ച 44 ഭേദഗതികളും വോട്ടിനിട്ട് തള്ളി. ചെയർമാൻ ചർച്ചയ്ക്ക് തയ്യാറാകാതെ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഭരണപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാമെന്ന് ചെയർമാൻ ജഗദാംബിക പാൽ അറിയിച്ചു. അമുസ്ലിങ്ങളായ 2 പേർ ഭരണസമിതിയിൽ ഉണ്ടാകുമെന്നതുൾപ്പെടെയുള്ള അംഗീകാരം നൽകിയവയിൽ ഉൾപ്പെടും. റേഷൻ കട സമരം റേഷൻ വ്യാപാരികൾ അവസാനിപ്പിച്ചു. മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് സമരം പിൻവലിച്ചതായി അറിയിച്ചത്. ഡിസംബർ മാസത്തെ ശമ്പളം ഇന്ന് നൽകും. വിശദമായി പഠിച്ച ശേഷം വേതന പരിഷ്കരണം പരിഗണിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. സമരത്തെ മറികടക്കാൻ 40ലേറെ മൊബൈൽ റേഷൻ കടകൾ ഇന്ന് നിരത്തിലിറക്കാൻ സർക്കാർ തലത്തിൽ തീരുമാനിച്ചിരുന്നു. 256 കടകൾ ഇന്നലെ രാവിലെ 8 മണി മുതൽ പ്രവർത്തിപ്പിച്ചതായി ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണനത്തിനെതിരെ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ ഓപ്പറേഷൻ സൗന്ദര്യ 3ാം ഘട്ടം ഉടൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഓപ്പറേഷൻ സൗന്ദര്യയുടെ 1ഉം 2ഉം ഘട്ടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ശരീരത്തിന് ഹാനികരമാവുന്ന അളവിൽ രാസവസ്തു ചേർത്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ഇന്നലെ രാവിലെയാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. രാധയെ കൊന്ന അതേ കടുവ തന്നെയാണിതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. കൊല്ലപ്പെട്ട രാധയുടെ വസ്ത്രം, കമ്മൽ, മുടി എന്നിവ കടുവയുടെ വയറ്റിൽ നിന്നും കണ്ടെത്തി. മരണകാരണം കടുവയുടെ കഴുത്തിലുണ്ടായ മുറിവാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. പ്രിയങ്ക ഗാന്ധി MP ഇന്ന് വയനാട്ടിലെത്തും. വയനാട് പഞ്ചാരക്കൊല്ലി നരഭോജി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കും. ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ കുടുംബത്തെയും കാണും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും പ്രിയങ്ക ഗാന്ധി ബത്തേരിയിലെ വിജയന്റെ വീട്ടിലെത്തുക. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയ്ക്കായി തിരച്ചിൽ നടത്തുന്ന 100-ലധികം നാട്ടുകാർ. പ്രതി ഈ പ്രദേശത്തുണ്ട് എന്ന സൂചനയെ തുടർന്നാണ് നാട്ടുകാരും അന്വേഷണ സംഘത്തോടൊപ്പം ചേർന്ന്. നേരം പുലരുന്നതോടെ പ്രതിയെ പിടികൂടാനാവുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുടെ വീട്ടിൽ നിന്ന് പകുതിയൊഴിഞ്ഞ വിഷക്കുപ്പി കണ്ടെത്തി. കൂടാതെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വടിവാളും പോലീസ് കണ്ടെത്തി. ചെന്താമരയെ കണ്ടെത്താൻ പോത്തുണ്ടി മലയടിവാരത്തെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. 7 പേരടങ്ങിയ സംഘമാണ് പോത്തുണ്ടി മേഖലയിൽ പരിശോധന നടത്തുന്നത്. തൻ്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസികളായ സുധാകരനും കുടുംബവുമാണെന്ന ചെന്താമരാശന്റെ സംശയം, അതിനെ തുടർന്നുള്ള പകയുമാണ് പാലക്കാട് നെന്മാറ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ്. വെറും സംശയത്തിന്റെ പേരിൽ തുടങ്ങിയ പക നഷ്ടമായത് 3 ജീവനുകളാണ്. ആദ്യ കൊലപാതകം നടക്കുന്നതിനും 6 മാസം മുമ്പാണ് പ്രതി ചെന്താമരാശന്റെ ഭാര്യയും മകളും പിരിഞ്ഞു കഴിയാൻ തുടങ്ങിയത്. തുടർന്ന് 2019 സുധാകരൻ ഭാര്യ സജിതയെ കൊലപ്പെടുത്തി. കലിയടങ്ങാതെ പ്രതി 6 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട്. സുധാകരനും മകളും പരാതി നൽകിയിട്ടും കേസെടുക്കാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്നും പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറഞ്ഞു. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നെന്മാറ പോലീസിനെതിരെ നടപടി വന്നേക്കും. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ മദ്യവിലയിൽ മാറ്റം. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ബിയറിനും വൈനിനും വില വർദ്ധിക്കും. വിവിധ ബ്രാൻഡുകൾക്ക് 10 രൂപ മുതൽ 50 രൂപ വരെയാണ് വില വർദ്ധിക്കുന്നത്. മദ്യനിർമ്മാണ കമ്പനികളുടെ ആവശ്യം കണക്കിലെടുത്താണ് തീരുമാനം. ജവാന് 10 രൂപയാണ് കൂട്ടിയത്. വിവിധ ബിയറുകൾക്ക് 20 രൂപ വരെ കൂട്ടിയിട്ടുണ്ട്. മദ്യക്കമ്പനികളുടെ ആവശ്യത്തിന് വഴങ്ങി മദ്യവില വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി 341 ബ്രാൻഡുകളുടെ വിലയാണ് 10 രൂപ മുതൽ 50 രൂപ വരെ വർദ്ധിച്ചത്. മദ്യ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്ത് മദ്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്നത് അംഗീകരിക്കാനാവില്ലെന്ന് തീരുമാനം പിൻവലിക്കാൻ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു.
നീലേശ്വരം വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവടക്കം സംസ്ഥാന സർക്കാർ നൽകിയില്ലെന്ന് പരാതി. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ 1.5 കോടി രൂപയും മരിച്ച 2 പേരുടെ ആശ്രിതർക്ക് 4 ലക്ഷം രൂപ വീതവും അപകട സമയത്ത് സർവീസ് നടത്തിയ ആംബുലൻസുകൾ പണവും നൽകാനുണ്ടെന്നാണ് വിവരം. ചികിത്സാ ചെലവിനത്തിലെ ബിൽ കുടിശ്ശിക ലഭ്യമാക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രി കാസർഗോഡ് MP-യെ സമീപിച്ചു. ഒക്ടോബർ 29-നാണ് നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്രത്തിലെ കളിയാട്ടത്തിനിടെ വെടിക്കെട്ട് അപകടം ഉണ്ടായത്. പാലക്കാട്ടെ BJP-യിലെ പൊട്ടിത്തെറി പരിഹരിക്കാൻ RSS ഇടപെട്ടു. ഇതിന് പിന്നാലെ BJP-ക്കൊപ്പം നിൽക്കുമെന്നും രാജിക്കില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വ്യക്തമാക്കി. കൗൺസിലർമാർ അടിയന്തര യോഗം ചേരാൻ തീരുമാനിച്ചു. പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ E. കൃഷ്ണദാസും പ്രതികരിച്ചു. BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവൻ ചുമതലയേറ്റു. പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റാൽ രാജിവെക്കുമെന്ന പാലക്കാട് നഗരസഭയിലെ ഒരു വിഭാഗം BJP കൗൺസിലർമാരുടെ ഭീഷണിക്കിടെ വരണാധികാരി പ്രമീള ദേവിക്ക് മുമ്പാകെയാണ് പ്രശാന്ത് ശിവൻ ചുമതലയേറ്റത്. കൊടകര കുഴൽപ്പണ കേസിലെ അന്വേഷണം പൂർത്തിയായെന്ന് ED. 1 മാസത്തിനകം കേസിൽ കുറ്റപത്രം നൽകുമെന്ന് എൻഫോഴ്സ്മെന്റ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയ കുറ്റപത്രത്തിലെ പ്രതികളാവും ED കുറ്റപത്രത്തിലും ഉണ്ടാവുക. കൊടകരയിൽ കവർച്ച ചെയ്തത് BJP-ക്ക് വേണ്ടി കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ കണ്ടെത്തൽ. എന്നാൽ EDയുടെ അന്വേഷണം കവർച്ച കഴിഞ്ഞുള്ള ഇടപാടുകളിലേക്ക് മാത്രം ചുരുങ്ങിയെന്നും പണത്തിന്റെ ഉറവിടത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നില്ലെന്നും ഗുരുതര ആരോപണമുയരുന്നുണ്ട്. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരെ KPCC വക്താവായി നിയമിച്ചു. ഇദ്ദേഹത്തെ കോൺഗ്രസ് വക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ K. സുധാകരൻ തീരുമാനമെടുത്തതായി പാർട്ടി ജനറൽ സെക്രട്ടറി M. ലിജു നേതാക്കൾക്ക് കത്തയച്ചു. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഇനി ചാനൽ ചർച്ചകളിൽ സന്ദീപ് വാര്യർ പങ്കെടുക്കും. അധ്യാപക നിയമനത്തിന് മാനേജ്മെന്റ് 1 കോടി രൂപ വരെ കൈക്കൂലി വാങ്ങുന്നുവെന്ന് മുൻ മന്ത്രി G. സുധാകരൻ. ഇത് തടയാൻ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ PSCക്ക് വിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലയിലെ 2 കോളേജുകളിൽ 40 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് നിയമനത്തിനായി കൈക്കൂലി വാങ്ങുന്നതെന്നും സുധാകരൻ പറഞ്ഞു. സർക്കാരാണ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതെന്നും എന്നിട്ടും അധ്യാപകരുടെ കയ്യിൽ നിന്ന് അവർ കൈക്കൂലി വാങ്ങുകയാണെന്നും സുധാകരൻ പറഞ്ഞു. പാർട്ടിയിൽ കൂടുതൽ യുവാക്കൾക്ക് ഭാരവാഹിത്വം നൽകി കോൺഗ്രസ്. മുൻ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളിൽ ഭാരവാഹികളായിരുന്നവർക്കാണ് പാർട്ടിയിലും ചുമതല നൽകിയത്. ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന കാലത്ത് ജില്ലാ ഭാരവാഹികളായിരുന്നവർക്കാണ് പുതിയ ചുമതല നൽകിയത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായാണ് നിയമനം. ഡീൻ കുര്യാക്കോസിന്റെ കാലത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികൾക്കും നിയമനം നൽകിയിട്ടുണ്ട്. വയനാട് പനമരത്ത് CPM-കാരുടെ മർദ്ദനമേറ്റ പഞ്ചായത്ത് മെമ്പർ ബെന്നി ചെറിയാൻ തൃണമൂൽ കോൺഗ്രസിൽ ചേരും. ബുധനാഴ്ച പനമരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിൽ നടക്കാനിരിക്കെയാണ് നടപടി. ബെന്നിയുടെ പിന്തുണ UDF തേടിയിട്ടുണ്ടെന്നാണ് സൂചന. CPM പ്രവർത്തകർ ബെന്നിയെ ആക്രമിച്ചത് വിവാദമായിരുന്നു. ബെന്നിക്ക് PV അൻവർ പങ്കെടുക്കുന്ന കൺവെൻഷൻ വെച്ച് ഇന്ന് അംഗത്വം നൽകും. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.